ഹായ് ഫ്രണ്ട്സ്, ബിജി രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിജി രമേഷ് വ്ളോഗ് എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർ. അപ്പോൾ നമുക്ക് നേരെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പോകാം. ഇന്ന് നന്ദനൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നലെ കിട്ടിയ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ, നന്ദനെ അമ്മയും ഇരിക്കുന്നൊരു ഫോട്ടോ. അപ്പോൾ ഇത് ആരാമം നിറഞ്ഞേ ആഘോഷം തുടങ്ങും, ആ പാട്ടാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് അവർ ഡാൻസ് കളിച്ചു. അതിനുശേഷം ഡൈനിങ് ഏരിയയാണ് കാണിക്കുന്നത്. അർജുൻ, റസ്മിൻ, അതുപോലെ ജിൻഡോ, ജാൻമണിയൊക്കെ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അർജുൻ, ജിൻഡോ ചേട്ടാ എത്ര പൂരിയാണ് കഴിച്ചത്? അപ്പോൾ ജിൻഡോ പറഞ്ഞു 6 എണ്ണം ആണോ, എന്നാൽ 3 എണ്ണം കൂടി കഴിച്ചാൽ 9 ആകുമല്ലോ എന്ന രീതിയിൽ സംസാരിച്ചു. ജാൻമണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കമ്മ്യൂണിറ്റി എന്നെ തേജോവധം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. അവന് എത്ര ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. ജിൻഡോ പറഞ്ഞു അവന് എനിക്ക് മനസ്സിലായി നിനക്ക് വിഷമമായെന്ന്, അവന് ബോധമില്ല, അങ്ങ് വിട്ട് കളഞ്ഞേരെന്ന രീതിയിൽ. അർജുൻ എന്തിനാണ് സംസാരിച്ചെന്ന് അറിയത്തില്ല. ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയാണ് ചെയ്യും. അങ്ങനെ ജാൻമണി വന്ന് ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. ലിവിംഗ് റൂമിൽ ഇരുന്ന് എല്ലാവരും പറയുവാണ്, ഇവിടെ ഒരു വ്യക്തി എന്നെ വ്യക്തിഹത്യ ചെയ്തിരിക്കുകയാണ്. ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ കമ്മ്യൂണിറ്റിയെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മേലാൽ ഇനി ഇത് ആവർത്തിക്കരുതെന്ന രീതിയിൽ അവർ തൊഴുത് സംസാരിച്ചിട്ട് ഇപ്പോൾ. അപ്പോൾ ഈ സമയം ഹൗസിൽ മറ്റു മുമ്പേ സ്വന്തം വിട്ടിരിക്കുകയാണ്, അറിയത്തില്ലല്ലോ ആരാണ് എന്താണെന്നുള്ളത്. അപ്പോൾ നോറ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല, ആരാണെന്ന് നിങ്ങൾ പറഞ്ഞത് പബ്ലിക്കായിട്ട് പറയണം, അത് പറഞ്ഞേ പറ്റുമെന്ന രീതിയിൽ. അപ്പോൾ ജാസ്മിനും അത് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഋഷിയൊക്കെ പറഞ്ഞു ജാസ്മിനെ അതെന്താണ് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ, ആ ആൾ ആരാണെന്നൊക്കെ പറയാൻ താല്പര്യമില്ല. അപ്പോൾ സിബിൻ പറഞ്ഞു ജാസ്മിൻ എന്നീ എല്ലാ വള്ളിയും പിടിക്കാതെ, അവർക്ക് പറഞ്ഞു അവർക്ക് താല്പര്യമില്ല, ആ വ്യക്തിക്ക് അറിയാമല്ലോ, പറഞ്ഞ വ്യക്തി ആരാണ് അവർക്കറിയാം. അപ്പോൾ വീണ്ടും ജാൻമണി വന്ന് നോറയോട് ചോദിച്ചു, നോറ എന്താണ് വയ്യാരു ആങ്കിരി, നോറയെല്ലാം സംസാരിച്ചെന്ന രീതിയിൽ ജിൻഡോയും പോയി സംസാരിക്കുന്നുണ്ട് നോറയുടെ അടുത്ത്. പക്ഷേ നോറ അത് ഏറ്റുപിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു, എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കാനായിട്ട്. ഈ ഷോയ്ക്ക് ഒരു നിലവാരമുണ്ട്. ഇനി നിങ്ങളിങ്ങനെ ചുമ്മാ ആവശ്യമില്ലാതെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കിയാൽ കർശന നടപടി എടുക്കുന്ന രീതിയിൽ ബിഗ് ബോസ് താക്കീത് ചെയ്തു. അങ്ങനെ എന്താ പറയുമ്പോൾ അങ്ങനെ ഡിസ്കഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സിബിനും അതുപോലെ ജാസ്മിനും തമ്മിലൊരു ചെറിയ ജഗട വരുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഓ വേസ്റ്റ് ചലിക്കുന്നു എന്ന രീതിയിൽ. അപ്പോഴും സിബിന് ഇഷ്ടപ്പെട്ടില്ല. സിബിന് ഒരു ആംഗ്യം കാണിച്ചു. അത് അഭിഷേക് ജയദേവ് കാണുന്നു, ബ്രോ അത് ചെയ്തത് തെറ്റാണ്. അപ്പോൾ റസ്മിൻ ചോദിക്കുന്നത് എന്താണ്. അപ്പോൾ റസ്മിനോട് ജാസ്മിൻ കാര്യം പറഞ്ഞു, ബ്രോ ചെയ്തത് തെറ്റാണെന്ന രീതിയിൽ. അപ്പോൾ സിബിൻ മനസ്സിലാക്കി, ശരിയാണ് ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ ചെയ്തതാണ്, ഞാൻ സോറി ചോദിക്കുകയാണ് ജാസ്മിനോടും പ്രത്യേകിച്ച് പബ്ലിക്കായിട്ടും ബിഗ് ബോസിനോട് ഞാൻ സോറി ചോദിക്കുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ ജാസ്മിൻ അത് ഇഗ്നോർ ചെയ്തു ആ സോറിയെ. അപ്പോൾ പവർ ടീമുകാർ പറഞ്ഞു നിങ്ങൾ ശിക്ഷ കൊടുക്കാൻ തയ്യാർ തന്നെയാണ്. ജാസ്മിൻ പറയുന്നത് എന്ത് ശിക്ഷയും സിബിൻ ഏറ്റുവാങ്ങാൻ തയ്യാർ തന്നെയാണ് എന്ന രീതിയിൽ പവർ ടീമിലെ എല്ലാ അംഗങ്ങളും സിബിനെ പോയിട്ട് ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും വന്ന് പറഞ്ഞു. പക്ഷേ ജാസ്മിൻ അത് ഇഗ്നോർ ചെയ്തിട്ട് ബാത്റൂം വാഷ് ഏരിയ ഉണ്ടല്ലോ അവിടേക്ക് പോയി കഴിഞ്ഞു. നമ്മുടെ നോറയാണ് ഇങ്ങനെ എന്ത് പ്രശ്നമുണ്ട് ഓടുന്നത്. ഇപ്പോൾ ജാസ്മിന് പോയി തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയി ഇരുന്നിട്ട് പറയുകയാണ്, അവനെല്ലാം പറഞ്ഞതിന് ശേഷം അവൻ സോറി പറയുന്നുണ്ട്, അവൻ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് പറയേണ്ടത് പറഞ്ഞിട്ട് സോറിയാണെന്ന രീതിയിൽ ജാസ്മിൻ അവിടെ പറഞ്ഞു. ഈ സമയം സിബിനെ ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട്, നീ എന്ത് ആഗ്രഹിച്ച് ഈ ഷോയിൽ വന്നതാണ്, ഈ ഷോയ്ക്ക് ഒരു നിലവാരമുണ്ട്, അതനുസരിച്ചേ പെരുമാറാവൂ, താക്കീത് ചെയ്യുകയാണ്. ശ്രീ മോഹൻലാൽ വന്നിട്ട് ഈ വിഷയത്തിനെതിരെ ആക്ഷൻ എടുക്കുന്നതാണ് സംസാരിക്കുന്ന രീതിയിൽ സിബിനോട് സംസാരിച്ചു. സിബിൻ ആകെ അപ്സെറ്റായി. പവർ റൂമിനകത്ത് പോയിട്ട് പറഞ്ഞു അവളെ എനിക്ക് ഇവിടെ നിന്ന് എത്രയും വേഗം പറഞ്ഞയക്കണം, അവൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമോ ഒരു ഗ്ലാസ് വെള്ളം പോലെ അവളൊന്ന് കുടിക്കില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ അവളുമായിട്ടുള്ള ഏതൊരു ബന്ധവുമില്ല എന്ന രീതിയിൽ സിബിൻ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ സായി നോറയെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നോറ പറയുന്നു ശ്രീരേഖ ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ മുഖത്ത് നോക്കിയാണ് സംസാരിച്ചത്, നീ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ടിട്ടാണ് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത്, ആരാണ് പറഞ്ഞതെന്ന് പറയാനായിട്ട് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോഴത്തേക്ക് അഭിഷേക് ജയദീപും നമ്മുടെ നോറയും തമ്മിൽ സംസാരിക്കുന്നു. എടി നീ എന്തിനാ അവർ അങ്ങനെ പറഞ്ഞത്, നീ എന്തിനാ അത് ഏറ്റുപിടിക്കാൻ പോയത്, അവർ പറഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാണ് ഇത് അറിയാൻ ശ്രമിക്കുന്നത് എന്ന രീതിയിൽ നോറയും അഭിഷേക് ജയദീപും തമ്മിൽ സംസാരിക്കുന്ന ഒരിടയ്ക്ക് അവർ പണങ്ങി ഇറങ്ങി പോകുന്നുമുണ്ട്. അതിനുശേഷം നമ്മുടെ അൻസിബ വന്നിട്ട് ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട്. എന്താണെന്നറിയുമോ, ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് എന്താണെന്ന് വെച്ചാൽ 3 ടേബിൾ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്, 3 ബൗളുണ്ട്, അതിനകത്ത് കുറേ ബോൾ വെച്ചിട്ടുണ്ട്. ബാൾ എന്ന് വന്നതാണ്, ക്ഷമിക്കുക, ബോൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പോസിറ്റായിട്ട് 3 ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഫാനിനകത്ത് കുറേ ഗ്ലാസ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾ എടുത്തിട്ട് ഈ ടേബിൾ മേൽ കുത്തി ഈ ഗ്ലാസ് നിറയ്ക്കുക. അപ്പോൾ 10 ബോൾ ആരാണോ നിറയ്ക്കുന്നത് അവർ വിജയിക്കും. നമ്മുടെ ശ്രീതു അടിപൊളി മാസമായിട്ട് ഗബ്രി ഹെൽപ്പ് ചെയ്ത് കേട്ടോ, എറിയുന്ന ബാളൊക്കെ പെട്ടെന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. പൊളിയായിട്ട് തന്നെയാണ് ശ്രീതു അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് നമ്മുടെ ശ്രീതുവാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. നോക്കിയേ, അടിപൊളിയായിട്ട് ശ്രീതു ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ ശ്രീതു ഈ ഒരാഴ്ച ശ്രീതുവിൻ്റെ ഗെയിം എന്താണ്
എങ്ങനെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാൻ. ജിൻഡോയ്ക്ക് ഭയങ്കര വിഷമമായിട്ടാ. ജിൻഡോ ഇപ്പം ഞങ്ങളെ തകർക്കാവുന്ന രീതിയിൽ പോയത്, പക്ഷേ പറ്റിയില്ല. ശ്രീതു സന്തോഷത്തോടെ ജാസ്മിൻ ഗബ്രി ഇരിക്കുന്നിടത്ത് വരികയാണ്. കാരണം ഗബ്രി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, താങ്ക്സ് എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സ്പോൺസർ ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സ്കീ ഐസ്ക്രീം ആയിരുന്നുവെങ്കിൽ നല്ല ഒന്നാം തരം പാചകത്തിന് നല്ല ഒന്നാം തരം എണ്ണ എന്ന രീതിയിൽ ഗോൾഡ് വിന്നറിൻ്റെ ഒരു ടാസ്ക്കാണ്, സ്പോൺസർ ടാസ്ക്കാണ്. വേറൊന്നുമല്ല, 2 റൗണ്ടാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ റൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഗാർഡൻ ഏരിയയിൽ ബോക്സ് വെച്ചിട്ടുണ്ട്. ആ 2 ബോക്സിനകത്തും നമ്മുടെ ഗോൾഡ് വിന്നറിൻ്റെ പ്രത്യേകതകൾ നിറഞ്ഞ കുറച്ച് പിക്ചറുണ്ട്. അതിനകത്ത് ഈ 2 മാഗ്നറ്റിക് വെള്ള ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ ഓടിപ്പോയിട്ട് ഇതിൻ്റെ പിക്ചർ എടുത്തിട്ട് ആ മാഗ്നറ്റിക് ബോർഡിൽ ഒട്ടിക്കുന്ന ആരാണ് അവർ ജയിക്കും. അപ്പോൾ അത് സായിയും ഋഷിയുമാണ് വന്നത് കേട്ടോ. അങ്ങനെ ആ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. ആ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്ന ആൾക്ക് എതിരുള്ള ആൾ വന്നിട്ട് ഫുഡ് ഐറ്റംസിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മൈദ മാവാണെങ്കിൽ സവാള ആണെങ്കിൽ അതവർ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കേട്ട വസ്തുക്കളെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് കേട്ടോ. ലൈവിൽ 2 മണിക്കൂർ നീളത്തിലുള്ളൊരു സംഭവമായിരുന്നു. അടിപൊളിയായിരുന്നു. ലൈവിനകത്തോട്ട് നല്ല കമൻറ്റ് പറയുമായിരുന്നു. അതായത് സൂര്യകാന്തി പൂക്കളിൽ നിന്നും എടുത്തിരിക്കുന്ന എണ്ണയാണ് സൂര്യകാന്തി എണ്ണ എന്ന രീതിയിൽ ഗബ്രി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ കൗണ്ടറായിട്ട് സംസാരിച്ചപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ശബ്ദം നിയന്ത്രിക്കൂ, അതായത് ലൈവിലാണ് കേട്ടോ. എന്തായാലും അവർ അടിപൊളിയായിട്ട് കുക്കിംഗ് ചെയ്ത് 5 ജഡ്ജസ് ഉണ്ട് കേട്ടോ. 2 ടീമായിട്ടുള്ള 7 പേരാണ് കേട്ടോ. അപ്പോൾ 14 പേരാണ് മത്സരിക്കാനുള്ളത്, 5 ജഡ്ജസുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റസ്മിൻ, അഭിഷേക് ശ്രീകുമാർ, ജിൻഡോ, അതുപോലെ തന്നെ ശ്രീതു, ജാസ്മിൻ ഇവരാണ് ക്യാപ്റ്റൻ. അപ്പോൾ നമ്മുടെ പൂജയുടെ ടീമാണ് വിജയിച്ചിരിക്കുന്നത്. ഗോൾഡ് കോയിൻ അവർക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. ഈ സമയം നമ്മുടെ സിബിൻ കള്ളൻ ഇതാ കണ്ട ഒളിച്ചിരുന്ന് ഫിഷ് ഫ്രൈ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്ത് സിബിൻ കണ്ടു എന്ന രീതിയിൽ അങ്ങനെ അടിപൊളിയായിട്ട് ആ ഒരു എപ്പിസോഡ് ടാസ്കും കഴിഞ്ഞു. അതിനുശേഷം ജയിൽ നോമിനേഷനൊക്കെ കഴിഞ്ഞ് ജയിൽ ടാസ്ക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ ജയിലിൽ പോയിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ജാസ്മിനും നോറയുമാണ്. അങ്ങനെ അത് അവർക്കൊരു പണിഷ്മെൻറ്റ് കൊണ്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, മുത്തുകൾ 2 തരം മുത്തുകളുണ്ട്, വെള്ളയും ഗോൾഡൻ കളർ. ഈ മുത്ത് കോർത്ത് മാല കോർത്തിട്ട് ഹൗസിലുള്ള മറ്റംഗങ്ങൾക്ക് കൊടുക്കുക. നേരെ വെളുക്കുന്നതിനുള്ളിൽ ഈ 19 മാല കോർക്കുക, എന്നിട്ട് അത് കൊടുക്കുക. ഇതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഫുഡ് കൊണ്ടുവന്ന സമയത്ത് ഗബ്രിയും കൂടെ വന്നു. അപ്പോൾ ഗബ്രിയും നമ്മുടെ ജാസ്മിൻ ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിണ്ടാ നിൽക്കണ്ടേ, ജാസ്മിനോട് പറയുന്നത് ഓ പറ്റിയില്ലല്ലേ, 3ാമത് ഡേ കയറിയിട്ടും പറ്റിയില്ലല്ലേ എന്ന രീതിയിൽ. അപ്പോൾ നോറ ചിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജിൻഡോ പറഞ്ഞു ഇത് ശരിയായ നടപടിയല്ല കേട്ടോ, എന്തോന്ന് എന്ന രീതിയിൽ. അപ്പം ഓടിപ്പോയി പുറത്തും അകത്തും നിന്നിട്ട് അവർ ഹഗ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ നോറയും ജാസ്മിനും സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഇമോഷണൽ ഭയങ്കര വീക്കാണെന്ന രീതിയിൽ നീയാണ് എനിക്ക് ടാഗ് ലൈൻ തന്നത്. നിൻ്റെ വീട്ടിലെ എൻ്റെ സാഹചര്യം പോലെയാണ് നിൻ്റെ സാഹചര്യം, നിനക്ക് വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ നിൻ്റെ പേരൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. അപ്പം ഈ രീതിയിൽ ഇതൊക്കെ സിബിൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിബിൻ ഇവർ സംസാരിക്കുന്ന പുറത്ത് നമ്മുടെ സായിക്കൊക്കെ ആക്ഷൻ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്ന രീതിയിൽ. അപ്പോൾ നോറ പറഞ്ഞു തെറ്റ് ചെയ്യാത്തവർ ഇതാ അകത്തിരിക്കുന്നു, തെറ്റ് ചെയ്തവർ പുറത്തുനിന്ന് ഓടിക്കളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് ജിൻഡോ വന്ന് പറഞ്ഞു ഇത് ശരിയായില്ല കേട്ടോ, മാല കോർക്ക്, കൊച്ചു മാലയിൽ കോർത്ത് വെച്ചിരുന്നു, കുറേ നീളത്തിൽ നിങ്ങൾ കോർക്ക്. എടാ സൊട്ടെ, നിനക്ക് അറിഞ്ഞാനും വേണോടാ, നിനക്ക് അറിഞ്ഞാനും വേണോ, ഇതെല്ലാം മുകളിലൊരാൾ കാണുന്നുണ്ട് കേട്ടോ എന്ന രീതിയിൽ ജാസ്മിൻ സംസാരിച്ചു. അപ്പോഴത്തേക്ക് ശ്രീരേഖ എന്താ സംസാരിക്കുന്നു, എല്ലാവരും ചിരിക്കുന്നുണ്ട്, അതോ കുറേ സൊട്ടകൾ ചിരിക്കുന്നു. ശേഷം നമ്മൾ ജിൻഡയും നന്ദനെ സിരിത്താൻ ആ പാട്ടിൽ നമ്മുടെ ജാസ്മിൻ തന്നെ പാടി കൊടുക്കുന്നുണ്ട്, അവർ കളിക്കുന്നുണ്ട്. അതിന് ശേഷം അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും, ഒന്നുകില്ലാൻ കിളി അക്കരയ്ക്ക്. നമ്മളെ ജയിലിനകത്ത് ഇരുന്നിട്ട് ജാസ്മിനും ഗബ്രിയും കൂടെ ആക്ഷൻ കാണിക്കുന്നു. അത് കാണേണ്ട രീതിയിൽ തുണിയൊക്കെ വെച്ച് അപ്സര മറയ്ക്കുന്നുണ്ട്. ചുമ്മാ ഒരു ഫണ്ണായിട്ട് അത് എപ്പിസോഡ് തീർന്നു. അതിനുശേഷം BB+ ആണ് കേട്ടോ. അപ്പോഴത് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം പവർ ടീമിലുള്ള ആൾക്കാർ ഒരു ഡ്രസ് കോഡ് ധരിക്കുക. അങ്ങനെയാണ് ഒരു ബ്ലാക്ക് കളർ ധരിച്ച് വന്നിരിക്കുന്നത്. അതിനുശേഷം മോർണിംഗ് ടാസ്ക്കാണ്. മോർണിംഗ് ടാസ്ക് ഒന്നുമില്ല, ഇവിടെ ഉള്ള ആൾക്കാർ ഈ ബിഗ് ബോസ് ഹൗസിലെ വീടായിട്ട് കാണുന്ന ആരാണ്, ഇതൊരു ഷൂട്ടിംഗ് സൈറ്റാണ് എന്ന രീതിയിൽ കാണുന്ന ആരാണ്, അങ്ങനത്തെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മുടെ ജിൻഡോ വന്ന് പറഞ്ഞു നോറയാണ് ഇവിടെ ഷൂട്ടിംഗ് സൈറ്റ് എന്ന രീതിയിൽ കാണുന്നത്. റസ്മിൻ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ചായ പോലും കൊടുക്കില്ല. നമ്മൾ ജാൻമണിക്ക് ചായ കൊടുത്തില്ലല്ലോ, അതിനെ പറയുന്നു. നോറയാണെങ്കിൽ സ്ക്രീൻ സ്പേസ് കിട്ടാനായിട്ട് ലാലേട്ട വന്ന സമയത്ത് ഞാൻ ഇരിക്കാൻ നോക്കി, അവിടെ അവൾ കയറി ഇരുന്നു. നന്ദനയുടെ കേക്ക് കട്ട് ചെയ്യാൻ അവൾ ഇടയ്ക്കിരുന്നു, പക്ഷെ നന്ദന എനിക്കാണ് കേക്ക് തന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് റസ്മിൻ പറഞ്ഞു നല്ല ഒന്നാം തന്നെ കുത്തിത്തിരിപ്പുകൾക്ക് ജിൻഡോയെ സമീപിക്കുക എന്ന രീതിയിൽ. അതിനുശേഷമാണ് ലിവിംഗ് റൂമിൽ എല്ലാവരും വന്നിരുന്നിട്ട് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാനാണ് ആളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ സുഷ് നമ്മൾ കണ്ടല്ലോ, ജിൻഡോ അതുപോലെ ശ്രീതു നന്ദനയുമാണ്. അപ്പോൾ ശ്രീതു അടിപൊളിയായിട്ട് ടാസ്ക് വിൻ ചെയ്ത് നല്ല സൂപ്പറായിട്ട് ക്യാപ്റ്റൻസിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രീതുവിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അതിനുശേഷം പവർ ടീമിൻ്റെ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. തൊണ്ട പോകുന്നുണ്ട് കേട്ടോ. പവർ ടീമിൻ്റെ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്നു, വേറൊന്നുമല്ല, സോറി കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ മീറ്റിങ്ങിന് വരണം. പക്ഷെ നമ്മുടെ ജാസ്മിനും നോറയും
ജാസ്മിൻ നോറയും വരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാലുണ്ടോ, ഈ രാവിലത്തെ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സിബിന് ജാസ്മിനോട് കാണിച്ചതും അതുപോലെ തന്നെ നോറയ്ക്കാണെങ്കിൽ ആരാണ് ജാൻമണി ഇങ്ങനെ പറഞ്ഞത്, അത് ജാൻമണി വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ജാസ്മിനും നോറയും വന്നിട്ടില്ല. നോറയെ പോയി ജിൻഡോയും നന്ദനെയൊക്കെ വിളിക്കുന്നുണ്ട്, വന്നിട്ടില്ല. അപ്പോൾ തക്കതായ ശിക്ഷ ഉണ്ടാവുമെന്ന് പവർ ടീം പറഞ്ഞു. അപ്പോൾ ഗബ്രി വന്നിട്ട് ഞാനും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വാക്ക് സിബിനെയും ജിൻഡോയും പറഞ്ഞു, അത് എനിക്ക് മാപ്പ് തരണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇവളെന്തിനാ എല്ലാ വള്ളി ഏറ്റുപിടിക്കുന്നത്? കാരണം ജാൻമണിയുടെ ഇഷ്യൂസാണ്. അപ്പോൾ ജാൻമണി പറഞ്ഞല്ലോ അത് ഇവളല്ല എന്നുള്ളത്. പിന്നെ ഇവളെന്തിനാ ഇഷ്യൂസ് ഏറ്റുപിടിക്കുന്ന രീതിയിൽ ഇവർ സംസാരിക്കുന്നു. അതിനുശേഷം ഗബ്രിയും ജാസ്മിനും സംസാരിക്കുന്നു. വേറെ ഒന്നുമല്ല, അവന് ഞാൻ ഇപ്പം മാപ്പ് കൊടുത്താൽ പിന്നെ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ വരുന്ന സമയത്ത് എനിക്ക് സംസാരിക്കണം. ലാലേട്ടൻ വരുന്ന സമയത്ത് ഇതൊരു എന്തായാലും ഒരു ഇഷ്യൂസ് എടുക്കും. ലാലേട്ടൻ നല്ല തക്കതായ വാണിംഗ് കൊടുക്കും നമ്മുടെ സിബിന്. അതിനുശേഷം എന്താ പൂജയുടെ ലൈഫ് സ്റ്റോറിയാണ്. അമ്മ, അച്ഛൻ, 2 അനിയത്തിമാരുണ്ട്, തൃശ്ശൂരാണ്, എനിക്കൊരു ലൈഫ് പാർട്ണറുണ്ട്. ഞാൻ +1 +2 പഠിക്കുന്ന ആ ഒരു ടൈമിൽ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഡിഗ്രി സമയത്ത് എന്നോടൊന്നും പറയാൻ എന്നിട്ട് ചോടിപ്പോയി. ഞാൻ അങ്ങനെ ഭയങ്കര ഡിപ്രഷനിലായി, അഗ്രസീവായി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എറണാകുളത്ത് വന്ന് താമസിക്കേണ്ടി വന്നു. കൊച്ചിയിൽ ഞാൻ ജോലി ചെയ്തു. അങ്ങനെ ചെറിയ ചെറിയ കോൾ സെൻ്ററിലൊക്കെ ആദ്യം ജോലി നോക്കി, ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് ജീവിതം തള്ളി നീക്കിയത്. എങ്കിൽ തന്നെ എനിക്ക് പാർട്ണർ അഖിൽ വന്ന സമയത്ത് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്താണ്, ഞാൻ എൻ്റെ തേച്ചിട്ട് പോയ കാമുവിൻ്റെ ഫ്രണ്ടാണ് എനിക്ക് തൃശ്ശൂരിൽ ഒരു കാസ്റ്റിംഗ് കോൾ, അതായത് ഒരു ഇൻ്റർവ്യൂവിന് ആളെ തിരഞ്ഞെടുക്കുന്ന അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ പോയിട്ട് ചാനലിലേക്ക് ഒരു ആങ്കറായിട്ട് വരുന്നത്. അവിടെ നിന്ന് ഞാൻ ഉയർന്ന് വന്ന് എല്ലാവരും എന്നെ അറിഞ്ഞു. അങ്ങനെ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ വന്നു. ഇതാണ് പൂജയുടെ ലൈഫ് സ്റ്റോറി. അതിനുശേഷം നമ്മുടെ നന്ദനയും ആ സോഷ്യൽ നമ്മുടെ എന്താ പറയുക അഭിഷേക് ജയദേവും തമ്മിൽ പണക്കം. എടി നിൻ്റെ ചെകളെ അടിച്ച് പൊട്ടിക്കൂടി. അതായത് നമ്മൾ അഭിഷേക് ശ്രീമാൻ നോറയെടുത്ത് പറഞ്ഞ നീ എന്തിനാ കരയുന്നത്, കരയാണ്ടിരിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതാണ് സായിക്കോസ തലയ്ക്ക് കൈവച്ചു പോയി. ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഇഷ്യൂസ് ആയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലാണ് നടന്നത്. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.